സാമ്പത്തിക ലോകത്തേക്ക് സ്വാഗതം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ഒരിക്കൽ സാമ്പത്തികമായി ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ശമ്പളം കിട്ടിയാൽ ആദ്യം ചെലവ്, ബാക്കി വന്നാൽ സേവിങ്സ്. ക്രെഡിറ്റ് കാർഡ് ബില്ലിന് വിയർക്കുന്ന കാലം. എന്തിനാ ഇത്ര ടെൻഷൻ, ജീവിക്കണ്ടേ എന്നൊരു അശ്രദ്ധ. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാനിരുന്ന് ചിന്തിച്ചു, ഞാൻ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അധിപൻ ഞാനാണോ അതോ പണത്തിൻ്റെ അടിമ ഞാനാണോ? അന്നു മുതലാണ് ഞാൻ പണത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു, വിജയികളുടെ ശീലങ്ങൾ നിരീക്ഷിച്ചു, കൂടുതൽ പ്രധാനമായി എൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ചു. ഇന്ന് ഞാൻ ആ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതൊരു പ്രഭാഷണമല്ല, ഒരു സഹയാത്രികൻ എന്ന നിലയിൽ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം. തുടങ്ങാം. ലെസൺ നമ്പർ 1. നിങ്ങളുടെ വരുമാനത്തേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ആസ്തി. അതെ, നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നത് പ്രശംസ നേടിത്തരും, പക്ഷേ നിങ്ങൾ എത്ര സ്വന്തമാക്കുന്നു എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം തരിക. ഞാനൊരു ഡോക്ടറെ അറിയാം. മാസം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് ലോണിലാണ്, കാറ് ലോണിലാണ്. എല്ലാ മാസവും 4.5 ലക്ഷം രൂപ EMIക്കും ബില്ലുകൾക്കും പോകുന്നു. മാസാവസാനം അദ്ദേഹം ഞെരുങ്ങുന്നു. മറുവശത്ത് ഒരു സ്കൂൾ അധ്യാപിക, മാസം 40,000 രൂപ മാത്രം ശമ്പളം, പക്ഷേ അവർ 10 വർഷമായി ചെറിയ ചെറിയ SIPകൾ ചെയ്യുന്നു. 5 ലക്ഷം രൂപയുടെ FD ഉണ്ട്. സ്വന്തമായി ഒരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്. ആർക്കാണ് കൂടുതൽ സമ്പത്ത്? തീർച്ചയായും അധ്യാപികയ്ക്ക്. ഞാൻ പഠിച്ച പാഠം: വരുമാനം ഒരു കഥയാണ്, ആസ്തിയാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ അതനുസരിച്ച് ചെലവ് കൂട്ടരുത്, പകരം ആസ്തി കൂട്ടുക. അതായത് SIP, സ്റ്റോക്ക്, FD, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, എന്തുമാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സാമ്രാജ്യം പണിയുക. അതാണ് ഒന്നാമത്തെ പാഠം. ലെസൺ നമ്പർ 2. ടൈം ഇൻ ദ മാർക്കറ്റ് ബീറ്റ്സ് ടൈമിംഗ് ദ മാർക്കറ്റ്. ഓർക്കുക, ടൈമിംഗ് അല്ല, ടൈമാണ് പ്രധാനം. ഞാൻ 2018 സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങി. അന്ന് സെൻസെക്സ് 34,000 ആയിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, വളരെ ഉയർന്നു, വീഴും, കാത്തിരിക്കൂ. ഞാൻ കാത്തിരുന്നു. സെൻസെക്സ് 36,000 ആയി. ഇനി കയറില്ല, കാത്തിരിക്കൂ. ഞാൻ വീണ്ടും കാത്തിരുന്നു. 2020 കോവിഡ് വന്നു. സെൻസെക്സ് 26,000 ആയി. അപ്പോൾ ഭയന്ന് ഞാൻ വാങ്ങിയില്ല. 2023 സെൻസെക്സ് 65,000 ആയി. ഞാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇതാണ് ടൈമിംഗ് ദ മാർക്കറ്റിൻ്റെ വിഡ്ഢിത്തം. ഒരാളും താഴ്ന്ന സമയവും ഉയർന്ന സമയവും കൃത്യമായി പ്രവചിക്കുന്നില്ല. പകരം ടൈം ഇൻ ദ മാർക്കറ്റ് എന്നതാണ് ശരിയായ തന്ത്രം. ഞാൻ പഠിച്ച പാഠം: 5 വർഷം മുൻപ് ഞാൻ SIP തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പണം ഏകദേശം ഇരട്ടിയായേനെ. അതിനാൽ ഇന്ന് തന്നെ തുടങ്ങുക. ചെറിയ തുകയിലെങ്കിലും തുടങ്ങുക. മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും തുടരുക. 10 വർഷത്തിനുള്ളിൽ ആ താഴ്ന്ന സമയത്ത് വാങ്ങിയില്ലല്ലോ എന്ന വിഷമം നിങ്ങൾക്കുണ്ടാക്കില്ല. കാരണം ദീർഘകാലത്തെ ശരാശരി നിങ്ങളുടെ കൂടെയുണ്ടാകും. ലെസൺ നമ്പർ 3. എമർജൻസി ഫണ്ട് എന്നത് ഒരു ആഡംബരമല്ല, അത് അടിസ്ഥാന ആവശ്യമാണ്. ഇതെനിക്ക് ഏറ്റവും വിലപിടിച്ച പാഠമാണ്. 2021 ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം എൻ്റെ മുഴുവൻ ടീമിനെയും ലേ ഓഫ് ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി. കയ്യിൽ 10,000 രൂപ മാത്രം. അടുത്ത മാസത്തെ വാടക എങ്ങനെ അടയ്ക്കും? ഭക്ഷണം, വൈദ്യം. ആ രാത്രികളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ക്രെഡിറ്റ് കാർഡിൽ കടമെടുത്തു. പിന്നീട് പലിശ അടച്ചു വലഞ്ഞു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എമർജൻസി ഫണ്ട് ഇല്ലാത്തത് ഒരു ചെറിയ മുറിവിന് മരുന്നില്ലാതെ നടക്കുന്നത് പോലെയാണ്. ഒരിക്കൽ അണുബാധ പടർന്നാൽ ജീവൻ തന്നെ പോകും. ഞാൻ പഠിച്ച പാഠം: ഇന്ന് എൻ്റെ 6 മാസത്തെ ചെലവിനുള്ള പണം ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ലിക്വിഡായി സൂക്ഷിക്കുന്നു. ഈ പണം നിക്ഷേപിക്കില്ല, മാർക്കറ്റിൽ ഇടില്ല. ഇത് എൻ്റെ ഓക്സിജൻ സിലിണ്ടറാണ്. നിങ്ങളും ഇന്ന് തന്നെ നിങ്ങളുടെ 3 മാസത്തെ ചെലവെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടേക്കുക. ജീവിതം അപ്രതീക്ഷിതമാണ്, എന്നാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. ലെസൺ നമ്പർ 4.
നികുതി ലാഭിക്കുക എന്നത് നിക്ഷേപത്തിൻ്റെ ലക്ഷ്യമാകരുത്. ഇതൊരു വലിയ പഠനമാണ്. നമ്മളിൽ പലരും മാർച്ച് മാസത്തിൽ പരക്കം പാച്ചിൽ നടത്തും. 1.5 ലക്ഷം രൂപ 80 സിയിലിട്ടില്ല അല്ലേ, നികുതി കൂടുതൽ വരുമെന്ന് പറഞ്ഞ്. ഞാനും അങ്ങനെ ചെയ്തു. ബാങ്ക് ലോൺമാർ വിളിച്ചു, സാർ ഈ പോളിസി എടുത്തോളൂ, ടാക്സ് സേവിങ്സ് ഉണ്ട് എന്ന്. ഞാനത് വാങ്ങി. 5 വർഷം കഴിഞ്ഞപ്പോൾ ആ പോളിസിക്ക് കിട്ടിയ റിട്ടേൺ വെറും 4%. അതേ പണം SIP-യിലിട്ടിരുന്നെങ്കിൽ 12% കിട്ടുമായിരുന്നു. നികുതി ലാഭിച്ചു എന്ന പേരിൽ ഞാൻ എൻ്റെ ഭാവിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തി. ഞാൻ പഠിച്ച പാഠം: നികുതി ആസൂത്രണം വർഷാവസാനത്തെ ഒരു കല്യാണ ആഘോഷമല്ല, അത് ഏപ്രിൽ മാസത്തിൽ തന്നെ തുടങ്ങേണ്ട ഒരു തന്ത്രമാണ്. എന്നാൽ ഏറ്റവും പ്രധാനം, നികുതി ലാഭിക്കാനായി മോശം ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപിക്കരുത്. ആദ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും റിസ്ക് പ്രൊഫൈലിനും അനുയോജ്യമായ നിക്ഷേപം കണ്ടെത്തുക. അത് 80 സിയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് കൊള്ളാം. ഇല്ലെങ്കിൽ നികുതി കൊടുത്തിട്ടും ശരിയായ നിക്ഷേപത്തിൽ പണമിടുന്നതാണ് നല്ലത്. ഓർക്കുക, നികുതി ലാഭത്തേക്കാൾ വലുതാണ് നിക്ഷേപത്തിൻ്റെ വളർച്ച. ലെസൺ നമ്പർ 5, ഏറ്റവും പ്രധാനപ്പെട്ടത്: സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ 20കളിൽ കരുതി എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, മതിയെന്ന്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കേട്ട് നിക്ഷേപിച്ചു, ടിപ്പ് കേട്ട് സ്റ്റോക്ക് വാങ്ങി. എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീടാണ് ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചത്, ദ സൈക്കോളജി ഓഫ് മണി വായിച്ചത്, ലെറ്റ്സ് ടോക്ക് മണി വായിച്ചത്. അപ്പോഴാണ് മനസ്സിലായത്, പണത്തെക്കുറിച്ചൊന്നും അറിയാതെയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന്. ഞാൻ പഠിച്ച പാഠം: നിങ്ങളുടെ വരുമാനത്തിൻ്റെ 5% സാമ്പത്തിക വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുക. നല്ല പുസ്തകങ്ങൾ വാങ്ങുക, പ്രശസ്തരായ ഫിനാൻഷ്യൽ യൂട്യൂബർമാരെ ഫോളോ ചെയ്യുക, ഒരു കോഴ്സ് ചെയ്യുക. കാരണം ആരും നിങ്ങളുടെ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പക്കൽ വന്നിരിക്കില്ല. ബാങ്ക് മാനേജർ നിങ്ങളുടെ നന്മ നോക്കിയല്ല പോളിസി വിൽക്കുന്നത്, അവൻ്റെ ടാർഗറ്റിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ കെട്ടിപ്പടുക്കണം. അതിന് ഒരു ആയുധം മാത്രമേ ഉള്ളൂ: സാമ്പത്തിക വിദ്യാഭ്യാസം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച 5 പാഠങ്ങൾ. 1. നിങ്ങളുടെ വരുമാനത്തേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ആസ്തി. 2. മാർക്കറ്റിനെ സമയം ചെയ്യാൻ ശ്രമിക്കരുത്, പകരം മാർക്കറ്റിൽ സമയം ചെലവഴിക്കുക. 3. ഒരു എമർജൻസി ഫണ്ട് എന്നത് ആഡംബരമല്ല, അത് രക്ഷകവളയമാണ്. 4. നികുതി ലാഭിക്കാനായി മോശം നിക്ഷേപങ്ങൾ ചെയ്യരുത്. 5. സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഈ 5 പാഠങ്ങളും ഞാൻ പറഞ്ഞത് നിങ്ങളെ പണക്കാരനാക്കാനല്ല, പകരം നിങ്ങളുടെ സാമ്പത്തിക തെറ്റുകൾ ചെറുതായിരിക്കട്ടെ, വലുതാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അവരും ഈ പാഠമാടങ്ങൾ പഠിക്കട്ടെ. നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ സാമ്പത്തിക പാഠം ഏതാണ്? കമൻറ്റിൽ എഴുതുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. സാമ്പത്തിക ലോകത്തിൽ വീണ്ടും കാണാം. വിട.